ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ അല്ലേ. അത് ടി എം സിയുടെ എം പിമാരായിക്കോട്ടെ, ടി എം സിയുടെ എം എൽ എമാരായിക്കോട്ടെ. അതായത് BJP കാശ് കൊടുത്ത് വാങ്ങിക്കാൻ ഏതറ്റം വരെ പോകും. ഇനി കാശ് കൊടുത്ത് വീഴാത്ത ആളുകളെ ED വെച്ചിട്ടും അല്ലെങ്കിൽ NIA വെച്ചിട്ടും CBI വെച്ചിട്ടും ചാടിക്കാനുള്ള എല്ലാ പദ്ധതികളും എടുക്കുന്നുണ്ട്. അതായത് പാർലമെന്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ടും കൂടെ അല്ലെങ്കിൽ അവരുടെ എം പിമാരുടെ സപ്പോർട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ BJPക്ക് എന്ത് തോന്നിവാസവും രാജ്യത്ത് കാട്ടിക്കാം അല്ലെങ്കിൽ കാട്ടിക്കൂട്ടാം എന്നുള്ള ഉറപ്പ് അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഓൾറെഡി 2 കുത്തുംകാല് നിതീഷായിട്ടും അല്ലെങ്കിൽ നിതീഷിന്റെ പാർട്ടിയായിട്ടും അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയായിട്ടും പുറത്തുണ്ട്. ഇനി ഈ ഒരു കുത്തുംകാലൂടെ കിട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇനി BJP NDA സഖ്യത്തിന് മുന്നോട്ട് ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ അത് പാസ്സാവുള്ളൂ. അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് എന്താ പറയുക, പല രീതിയിലും പല ബില്ലുകൾ വരുന്ന സമയത്ത് അത് പാസ്സാവാണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു മീറ്റിംഗ് വരുന്നു. മീറ്റിങ്ങിൽ ഓൾറെഡി DMK പങ്കെടുക്കുന്നില്ല. കാരണം കോൺഗ്രസ് TVKനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് നമുക്കെല്ലാവർക്കും വരാം. പക്ഷേ എല്ലാ കാലത്തും ഇടഞ്ഞു നിന്നിരുന്ന ആളായിരുന്നു മമത. ഇന്ത്യ മുന്നണിയുടെ പല കാര്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ അവരോട് പല തരത്തിലും ഒരു സപ്പോർട്ട് കൊടുക്കാത്ത രീതിയിലൊക്കെ മുന്നോട്ട് നിന്ന ഒരാളായിരുന്നു മമത. അത് അവിടുത്തെ ഇലക്ഷനിൽ നമുക്ക് പ്രതിഫലിച്ച് നിന്നും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്നലത്തെ മീറ്റിങ്ങിൽ മമത ഓടിയെത്തിയിട്ടുണ്ട്. കൂടെ ബാക്കി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കൂടെ ഉണ്ട്. ഇന്നലെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചതായിട്ട് പറയപ്പെടുന്ന ഒരു ഡീല്, അതായത് മമതയുടെ പാർട്ടിയിലുള്ള ആളുകൾ ഓരോരുത്തരായിട്ട് BJP വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പം ഇനിയുള്ള ബാക്കിയുള്ള ആളുകളും അല്ലെങ്കിൽ മമത അടക്കം കോൺഗ്രസിലോട്ട് ലയിക്കാം, എന്നിട്ടൊരു ഒറ്റ കക്ഷിയായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ഡീലാണ് പുറത്തോട്ട് വെച്ചത് എന്നാണ് പല മാധ്യമ പ്രവർത്തകരും ഇപ്പം മുന്നോട്ട് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ഒരു ഡീൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു, മറ്റു പലർക്കും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് മമത കോൺഗ്രസിൻ്റെ ഭാഗമാകുക എന്നുള്ളത്. TMC പിരിച്ചുവിടുക, അതല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ബാക്കിയുള്ള ആളുകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞ ഇവരെ പേടിച്ചിട്ട് അല്ലെങ്കിൽ BJP NDA സഖ്യത്തിനെ പേടിച്ചിട്ടാണ്, വേറെ ഒന്നുകൊണ്ടുമല്ല. കാശ് കിട്ടിയിട്ട് കാശിനോടുള്ള ആർത്തി കൊണ്ടും പിന്നെ അവർക്കെതിരെ വരുന്ന എല്ലാ കേസുകൾ അതിൻ്റെ പേടിച്ചിട്ട് തന്നെയാണ് ഇപ്പം അങ്ങനെ ഒരു മൂവ്മെൻറ്റിലൂടെ അവർ പോയിട്ടുള്ളത്. 20ഓളം MLA മാരും MP മാരും ഒക്കെ സൈൻ ചെയ്ത് ചാടാൻ വേണ്ടി നിൽക്കുന്നതാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു അവസരത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകരൊക്കെ ഇന്നലത്തെ ഒരു മീറ്റിങ്ങിന് ആ രീതിയിലാണ് കാണുന്നത്. അതായത് മമതാ ബാനർജിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ഒരു അപൂർവ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു കാഴ്ച വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇന്നലെ നമ്മളത് കാണാനിടയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പറയപ്പെടുന്നത് തൻ്റെ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾക്കിടയിൽ മമതാ ബാനർജി പെട്ടെന്ന് ഡൽഹിയിലേക്ക് ഓടിയെത്തിയത്, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതായത് ഒറ്റയ്ക്കിരുന്ന് സോണിയാഗാന്ധിയും മമതയും ഒറ്റയ്ക്കിരുന്ന് ഒരു കൂടിക്കാഴ്ച ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെയും ടീംസിൻ്റെയും ഭാവി സംബന്ധിച്ചുള്ള നിർണായക ചർച്ച ആയിരുന്നു ആ ഒരു മീറ്റിങ്ങിൽ നടന്നതെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ ഒരു മീറ്റിങ്ങിൽ ഇന്ത്യ സഖ്യം, അതായത് ഇന്ത്യ മുന്നണിയുടെ ഈ ഒരു മീറ്റിങ്ങിൽ തകർന്നടിഞ്ഞിരിക്കുന്ന TMCനെ ഏത് രീതിയിൽ രക്ഷിക്കാനാണ് കോൺഗ്രസ് പാർട്ടിക്ക് പറ്റുക എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ ചർച്ച നടന്നു എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസുമായിട്ട് ലയിച്ചു തീരുക, ചർച്ച നേരിടുന്ന, അതേപോലെ ഇത്തരത്തിലുള്ള തകർച്ച നേരിടുന്ന TMCയെ രക്ഷിക്കാനായിട്ടാണ് ഇങ്ങനൊരു ആലോചന മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മമതാ ബാനർജിയെയും അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിൽക്കുന്ന MP മാരെയും കൂടുതൽ കരുത്തരാക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇത്തരത്തിലുള്ളൊരു ഓപ്ഷൻ മുന്നോട്ട് വെച്ചത് എന്നാണ് ഇപ്പം പല ആളുകളും പറയുന്നുണ്ട്. അതിന് കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന ചില നേതാക്കളായിട്ടുള്ള ആദിർ രഞ്ജനെ പോലത്തെ ആളുകളൊക്കെ ഈ കാര്യം തന്നെയാണ് ഇപ്പം മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ഈ ഓപ്ഷൻ തന്നെയാണ് മുന്നോട്ട് വെച്ചതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ TMCയിൽ ഓൾറെഡിയുള്ള പിളർപ്പ് നമുക്കറിയാം. ഓൾറെഡി മമതാ ബാനർജി കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ എങ്ങനെയാണ് മമതാ ബാനർജിനെ പോലത്തെ ഒരാൾ 34 വർഷം CPIM ഭരിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് 2011 തിരിച്ച് ഭരണത്തിലോട്ട് വരുന്നതും 15 വർഷം ബംഗാൾ ഭരിച്ചതും, ആ സമയത്ത് തന്നെ ഇപ്പം എന്താ പറയുക, അവിടെ 1-2 മൂവ്മെൻറ്റ്, സിംഗൂർ നന്ദിഗ്രാം മൂവ്മെൻ്റ് ഒക്കെ നമുക്കറിയാം അല്ലേ, അതൊക്കെ മുന്നോട്ട് നയിച്ചിട്ടാണ് അവിടേക്ക് ഭരണത്തിൽ വരുന്നത്. അപ്പോൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നുള്ളത് നമുക്കറിയാം. വ്യക്തമായിട്ട് പലവട്ടം അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു സഖ്യം, അല്ലെങ്കിൽ മമതാ ബാനർജി ആ ഒരാളാണെങ്കിലും ആ കൂടെ ചിലപ്പോൾ 5 ആളാം 10 ആളാണെങ്കിലും അത് കോൺഗ്രസും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വലിയൊരു സപ്പോർട്ട് തരും. ഇടഞ്ഞു നിൽക്കുന്നതിന് പകരം കൂടുതലായിട്ടുള്ള ഒരു കരുത്ത് നൽകും എന്നാണ് പല ആളുകളും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മമതാ ബാനർജിക്ക് നിലവിലെ സാഹചര്യത്തിൽ പാർലമെന്റിൽ ഏതെങ്കിലും ഒരു സഭയിൽ അല്ലെങ്കിൽ ലോകസഭയിലോ അംഗമാകേണ്ട ഒരു അവസരമുണ്ട്. കാരണം ഓൾറെഡി അവിടെ MLA സ്ഥാനം, അല്ലെങ്കിൽ അവിടെ ബംഗാളിൽ ജയിക്കാൻ സാധിച്ചിട്ടില്ല. അവിടുത്തെ തോൽവി ഏത് രീതിയിലാണ് തോൽപ്പിച്ചത് നമുക്കറിയാം. ഹിന്ദുത്വം മാത്രം പറഞ്ഞിട്ട് ഈ പറഞ്ഞ SIRലും ബാക്കി വോട്ട് കട്ടിട്ടും ഒക്കെ അവിടെ ജയിച്ചു വന്ന ആളുകൾ നമുക്കറിയാം. പിന്നെ TMCയുടെ കൂടെ ജയിച്ചു വന്ന ആളുകളിൽ എത്ര പേര് അങ്ങോട്ട് ചാടാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ അതൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെ ആയിരുന്നു. ഇത് മാത്രമല്ല, മമതയുടെ ബാക്കി MP മാരെ പാർലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് NDA ബാക്കി ഇനി ആരെയും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ മൊത്തം രാജ്യത്തിനെ തകർക്കുന്ന രീതിയിലുള്ള സകല ബില്ലുകളും പാസ്സാക്കി എടുക്കും എന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് തരാം. അതിൻ്റെ പണിപ്പുര തന്നെയാണ് ഇപ്പം BJP അല്ലെങ്കിൽ RS
കോൺഗ്രസ് സംഘപരിവാർ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മമതയ്ക്ക് ഒരു സീറ്റ് കൊടുത്ത് രാജ്യസഭയിലോ അല്ലെങ്കിൽ ലോക്സഭയിലൊക്കെ എവിടെയെങ്കിലും ഒരു സീറ്റ് തരപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ആദ്യത്തെ ഒരു പ്രാഥമിക ലക്ഷ്യമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വരുന്ന കാര്യം. എത്രത്തോളം ജയിച്ചു വന്ന എം പിമാർ എത്രത്തോളം അവിടെ ഇപ്പോൾ തൽക്കാലം മാറിക്കൊടുക്കുന്ന ഒരു സാഹചര്യം അവിടെ ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ട് തന്നെ രാജ്യസഭയിലേക്കുള്ള ഒരു MP സ്ഥാനത്തോട്ട് മമത കയറി വരാനുള്ള എല്ലാ ചാൻസസും ഇപ്പോൾ അവിടെ കാണുന്നുണ്ട്. കാരണം ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവർ ഏത് രീതിയിലാണ് എപ്പോഴും സ്വന്തമായിട്ട് ഒരു വക്കീൽ കുപ്പായം അണിഞ്ഞിട്ട് കോടതിയിൽ പോയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആളാണ് മമത. ഏതൊരു കാര്യം ഉണ്ടെങ്കിൽ നേരെ കോടതിയിലോട്ട് എന്ന രീതിയിൽ ഫൈറ്റ് ചെയ്ത് പോകുന്ന ഒരാൾ തന്നെയാണ് മമത. അതുകൊണ്ട് തന്നെ തനിക്ക് കുറച്ചുകൂടെ ഒരു ബലം കിട്ടണമെങ്കിൽ ഒരു MP സ്ഥാനമെങ്കിലും വേണം എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പം അത് കോൺഗ്രസ് ഏത് രീതിയിലായിരിക്കും അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്ത് വരണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ സപ്പോർട്ടും കൂടെ മമതക്ക് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. ഇപ്പം മമതയുടെ TMCയുടെ MP എത്ര പേര് കൂറുമാറാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ടെന്നുള്ളൊരു വലിയൊരു ഡിസ്കഷൻ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ 2 ഭാഗത്തിൻ്റെ മേലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഒരു കൂറുമാറ്റ നിയമം അതിൻ്റെ ബാധകമായിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞു നൽകി മാത്രമേ ബാധകമായിട്ട് വരുള്ളൂ. 2/3 ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് കൂറുമാറുന്നതെങ്കിൽ ആ ഒരു നിയമം അവിടെ ബാധകമാവാണ്ട് വരും. അപ്പം അതിന് BJP എന്ത് നിറയെ കളിയും BJP കളിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. NDA കളിക്കും അവരുടെ ഭാഗത്തോട്ട് ഇത്രയും MP കയറ്റുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പം TMC എന്നുള്ള ആ ഒരു പാർട്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ഷേപ്പ് ഘടന എന്ന് പറഞ്ഞാൽ വളരെ അലങ്കോലപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കാശുണ്ടെങ്കിൽ കാശിൻ്റെ കൂടെ കേന്ദ്ര ഏജൻസികളും കൂടെ കയ്യിലുണ്ടെങ്കിൽ എന്തും നടത്താം. അതങ്ങ് സുപ്രീം കോടതി മുതൽ ഇങ്ങ് താഴെ തട്ടിലുള്ള ഏത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളെടുത്തോ അതുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്ത് വേണ്ടാത്തരം കളിക്കാം. ഈവൻ പരീക്ഷ അട്ടിമറിച്ചാലും വേണ്ടില്ല, അപ്പുറത്ത് എന്ത് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് വന്നാലും വേണ്ടില്ല, BJP RSSൻ്റെ താല്പര്യങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പവറിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. ആളുകളെ കൊന്നൊടുക്കാനും BJP മടുക്കില്ല എന്നുള്ളത് നമ്മൾ ഗുജറാത്തിൽ മറ്റ് പല സ്ഥലങ്ങളും കണ്ടതുമാണ്. ഇനി അതേ സമയത്ത് TMC കോൺഗ്രസുമായിട്ട് ഇപ്പം ഒരുമിച്ച് പോവുകയാണെങ്കിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷ ലെവലിലോട്ട് ഇപ്പം കോൺഗ്രസ് അല്ലെങ്കിൽ ബംഗാളിൽ ഇവർ മാറാനുള്ള ചാൻസസ് ഉണ്ട് ഇൻ ഫ്യൂച്ചറാണ് പറയുന്നത് കേട്ടോ. ഏറ്റവും നല്ല രീതിയിലുള്ളൊരു കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും പ്ലസ് TMC മമതയും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു നല്ല രീതിയിൽ പ്രതിപക്ഷമായിട്ട് മാറാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അവിടെ കോൺഗ്രസിന് ഒരുപാട് സീറ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ ആ ഒരു ലയനത്തിലൂടെ അത്തരത്തിലുള്ള ആളുകളുടെ ചിന്ത വരും. കാരണം അവിടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പം അവിടെ സുവേന്ദു ജയിച്ചു വന്നതിന് ശേഷം മുസ്ലിങ്ങൾക്ക് വോട്ടില്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വീടില്ല, മുസ്ലിങ്ങൾക്ക് നിയമമില്ല, മുസ്ലിങ്ങൾക്ക് അതില്ല, അങ്ങനെ ഒരു സ്ഥലത്ത് വർഗീയത മാത്രം പറഞ്ഞ് നടക്കുന്നു. മറ്റൊരു സ്ഥലത്ത് മറ്റുള്ള ആളുകളെ മാക്സിമം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പല രീതിയിലും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ SIR വെച്ചിട്ട് വോട്ട് കക്കാതെ ഇനി ഏത് രീതിയിലെങ്കിലും നല്ലൊരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് BJPക്ക് ഭാവിയിലോട്ട് അടി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു സഖ്യം അവിടെ സ്ട്രോങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു നല്ലൊരു മൂവ്മെൻ്റ് ആയിട്ട് മുന്നോട്ട് പോട്ടെ. ഇത് മാത്രമല്ല, ആന്ധ്രയിൽ ജഗ്മോഹൻ റെഡ്ഡി ആയിട്ടുള്ള ഒരു ലയന പ്രക്രിയക്ക് കോൺഗ്രസ് ട്രൈ ചെയ്യുന്നുണ്ട്. അതൊരു സൈഡിലൂടെ നടക്കുന്നുണ്ട്. അത് ഏത് രീതിയിൽ അത് എത്രത്തോളം സക്സസ്ഫുൾ ആവും നമുക്കറിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പുതിയ മാറ്റങ്ങളിൽ പുതിയ നീക്കങ്ങളിലോട്ടൊക്കെ കോൺഗ്രസ് വരേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ചിന്തിച്ച് വരേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഓൾഡ് സ്ട്രക്ചറിൽ പോയി കഴിഞ്ഞാൽ നടക്കില്ല. കാരണം ഈ പൈസൻ്റെ മുമ്പിൽ വീണ് പോകുന്ന അല്ലെങ്കിൽ ഈടിൻ്റെ മുമ്പിൽ പേടിച്ച് വീണ് പോകുന്ന നേതാക്കളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ സഖ്യത്തിലുള്ളത്. മറ്റേ സഖ്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. കാരണം 100 കേസുകൾ ED എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കേസ് പോലും ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ BJP NDA സഖ്യത്തിൻ്റെ ഒരു നേതാക്കൾ പോലും വന്നിട്ടില്ല എന്നുള്ള ഹൈലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ പേടി പ്രതിപക്ഷ പാർട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും കുറച്ച് മാറി ചിന്തിക്കേണ്ട സമയം അത്യാവശ്യമായിട്ടുണ്ട്. അത് മറ്റുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്കാരും കൂടെ അത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഇനി ഇവിടെ അങ്ങോട്ട്. അതായത് നമുക്ക് നോക്കാം പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം എത്രത്തോളം മാറാൻ പോകുന്നതായി നമുക്ക് കണ്ടറിയേണ്ടി വരും. ഈ മാറ്റങ്ങളെല്ലാം പലതരത്തിലുള്ള മാറ്റങ്ങളും ഇനി ഇവിടെ അങ്ങോട്ട് വരും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ കണ്ടോ, നമ്മളെല്ലാവരും അത് കാഴ്ചക്കാരാവേണ്ടി വരും. നമുക്ക് കാണാം. വെയിറ്റ് ആൻഡ് സീ.